ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കാണുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു ഐഡിയ കിട്ടും, കുറച്ച് പേർക്ക് പെട്ടെന്ന് മനസ്സിലായില്ലായിരിക്കും. പക്ഷെ നെല്ലിക്ക ഇരിക്കുന്ന കാണുമ്പോൾ മിക്കവർക്കും മനസ്സിലാവുന്നതല്ലേ. നമ്മുടെ നെല്ലിക്ക പച്ചടിയാണ്. നമ്മൾ പച്ച നെല്ലിക്ക ഉപയോഗിച്ചിട്ടല്ല, ഉപ്പിലിട്ട നെല്ലിക്ക ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പച്ചടി റെഡിയാക്കുന്നത്. അപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്കയുടെ വീഡിയോ ഞാൻ വൈകാതെ ചെയ്യാം കേട്ടോ. ഉപ്പിലിട്ട നെല്ലിക്കയുടെ വീഡിയോ ചെയ്തിട്ടില്ല, ഒരാഴ്ചയ്ക്കുള്ളിലായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഞാൻ നെല്ലിക്ക ഉപ്പിലിടുന്നത്. അതെങ്ങനെയാണെന്ന് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇല്ലെങ്കിൽ ഉപ്പിലിട്ടതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നെല്ലിക്ക പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്, ഒരു 8 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഉപ്പിലിട്ട നെല്ലിക്കയാണ്. ഉപ്പിലിടാത്ത നെല്ലിക്ക കൊണ്ട് ഈ പച്ചടി ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയിട്ടുള്ള തൈരിന് നല്ല പുളിയുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ തൈര് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക, 2 or 3 പച്ചമുളക്. ഈ പച്ചമുളകിന് എരിവ് കുറവാണ് കേട്ടോ. കാണുമ്പോൾ നല്ല എരിവുണ്ടെന്ന് തോന്നുമെങ്കിലും പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ട് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണയും കടുകും ഒക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് ഉടച്ചെടുക്കണം. നെല്ലിക്ക ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഉടച്ചെടുക്കാൻ പോവുകയാണ്. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. തൈരാണെങ്കിൽ നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ, കട്ടയായിട്ടിരിക്കുന്ന തൈരാണെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ പച്ചടി പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ആദ്യം നമുക്ക് നെല്ലിക്ക ഒന്ന് നമ്മുടെ ബൗളിലേക്ക് മാറ്റാം. കുറച്ച് ബലം കൊടുത്താണ് ഞാനിത് എടുക്കുന്നത്. നിങ്ങൾക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് നെല്ലിക്ക ഇതുപോലെ വിടർത്തി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ അടർത്തി എടുക്കാം. നമുക്ക് എത്ര നെല്ലിക്ക വേണമെന്ന് വെച്ചാൽ ഒരുപാട് ദിവസം വയ്ക്കാൻ പറ്റുന്നതൊന്നല്ല. നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ കഴിച്ചു തീർക്കേണ്ടതാണ് ഈ പച്ചടി. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണ് എപ്പോഴും നല്ലത്. ഞാൻ എന്താ ഇപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉപ്പിലിടുന്ന നെല്ലിക്ക നിങ്ങൾ മുളക് കൂട്ടിയിട്ടാണ് ഉപ്പിലിട്ടിരിക്കുന്നതെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്കയ്ക്ക് എരിവുണ്ടാവും, അതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. കാന്താരി മുളകൊക്കെ ഇട്ടിട്ടാണ് ഉപ്പിലിട്ടിരിക്കുന്നതെങ്കിൽ എണ്ണം കുറച്ചിട്ട് തന്നെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളകാണ് ചേർക്കുന്നതെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ നമ്മുടെ പച്ചടിക്ക് വല്ലാതെ എരിവ് കൂടിപ്പോവും. അപ്പോൾ ഇതുപോലെ മുഴുവനും നമുക്ക് ആദ്യം നേരെയാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് നെല്ലിക്ക ഉടച്ചെടുക്കാം. ഇത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, അരഞ്ഞു പോകാത്ത രീതിയിൽ. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മിക്സിയിൽ ക്രഷ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ചെടുക്കാൻ പോവുകയാണ്. വളരെ ഈസി അല്ലേ നെല്ലിക്ക ഇതുപോലെ ഇങ്ങനെ അടർത്തിയെടുത്തിട്ട്. എളുപ്പത്തിലും അധികം കുക്കിംഗ് ഒന്നും ഇല്ലാതെ നമ്മൾ വറവിടാൻ മാത്രം സ്റ്റൗ കത്തിച്ചാൽ മതി അങ്ങനെ ഒരു പച്ചടി ഉണ്ടാക്കാൻ. ചോറിൻ്റെ കൂടെ നല്ലൊരു തൊടുകറിയായിട്ട് കഴിക്കുകയും ചെയ്യാം. നെല്ലിക്കയൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഇല്ലെങ്കിൽ നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഉപ്പിലിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഒരാഴ്ച മതി നെല്ലിക്ക ഉപ്പിലിട്ടത് പെർഫെക്റ്റ് ആവാനായിട്ട്. അപ്പോൾ ഞാനിനി ഇതൊന്ന് ഉടച്ചെടുക്കട്ടെ. എൻ്റെ കയ്യിലുള്ള ഈ ബൗളിലേക്ക് എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഉടച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നെല്ലിക്ക ഉടഞ്ഞു വരും. ഇതുണ്ടോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെല്ലിക്കയൊക്കെ ഉടഞ്ഞു തുടങ്ങി. കുറച്ച് വലിയ പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് ഉടച്ചെടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ ആ കല്ല് ഉപയോഗിച്ചിട്ടൊന്ന് പതുക്കെ ചതച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വലിയൊരു പാത്രം എടുക്കാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ബൗൾ കറക്റ്റ് അല്ല, ഈ ബൗളിലെല്ലാം കൂടി കൊള്ളില്ല. അപ്പോൾ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉടച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് ഇടയ്ക്ക് കടിക്കാനുള്ള പീസുകൾ കിട്ടുകയും വേണം കേട്ടോ. വല്ലാതെ അങ്ങോട്ട് അരഞ്ഞു പോകരുത്, ആ രീതിയിലായി പോകരുത്. ഇടയ്ക്ക് ചെറിയ പീസുകളൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക മുഴുവൻ നമ്മൾ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് 1 or 2 ചേർക്കാം. ഞാനിത് നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് മുറിച്ച് ചേർക്കുന്നത്.
ചെറിയൊരു എരിവ് വേണ്ടേ പച്ചടി ആകുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മുറിച്ച് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇല്ലെങ്കിൽ പച്ചമുളക് നെല്ലിക്കയും കൂടി മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കല്ലിൽ ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പച്ചമുളകും കൂടി നെല്ലിക്കയിലേക്ക് മുഴുവൻ മുറിച്ച് ചേർക്കട്ടെ. അപ്പോൾ നമ്മൾ പച്ചമുളകും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഞാൻ എന്താ ഒരു തണ്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. കുറച്ച് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുറച്ച് ഉപ്പ് മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈരിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത്. നെല്ലിക്കയ്ക്ക് ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തൈര് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഉപ്പ് ചെക്ക് ചെയ്യുക. തൈര് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ തൈരിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. അതിന് ശേഷം ചേർക്കുക കേട്ടോ. മിക്സിയിൽ അടിച്ചെടുക്കുന്നതിനേക്കാൾ തൈര് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചൊന്ന് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർക്കുന്നതാണ്. മിക്സിയിൽ അടിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ തൈരിലുള്ള കട്ടകളൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. കുറച്ചുകൂടി തൈര് ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ എടുത്തിരുന്ന തൈര് മുഴുവൻ ചേർത്തിട്ടില്ല, ഒരു 3/4 കപ്പ് തൈര് എടുത്തിരുന്നു. നമുക്ക് ഈ തൈര് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പും മധുരവും എല്ലാം ചെക്ക് ചെയ്യണം. പുളി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. അതുപോലെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നെല്ലിക്ക കുറച്ച് സമയം ഈ തൈരിൻ്റെ കൂടെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തൈരിലേക്ക് ഉപ്പ് പിടിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഉപ്പ് ഇപ്പോഴേ ചേർക്കേണ്ട, കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്താൽ മതി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളിയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. സാധാരണ നമ്മൾ പച്ചടിയിൽ വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല. ഇതുപോലെയാണ് പച്ചടി ഉണ്ടാക്കുക. ഇനി വറവ് ചേർക്കുമ്പോൾ കടുകും ഉലുവയൊക്കെ ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചടിയുടെ പരിപാടി. വറവും കൂടി ചേർത്താൽ പച്ചടി റെഡി ആയി കഴിഞ്ഞു. നമ്മളിപ്പോൾ പച്ചടിക്ക് വറവിടാനായിട്ട് ഒരു പാൻ ചൂടാക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കടുകും ഉലുവയും ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇതിലേക്കൊരു 5-6 ഉലുവയും കൂടി ചേർക്കുക. ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. ഞാൻ വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 4-5 ഇതിൽ കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പച്ചടിയിലേക്ക് ഒഴിക്കുകയാണ് നമ്മുടെ വറവ്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഉടനെ തന്നെ ഉപയോഗിക്കാം പച്ചടി. സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ പച്ചടി റെഡിയാക്കി വെച്ചിട്ട് അന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുന്നതാണ് നല്ലത്. പച്ചടി ഒരുപാട് ദിവസം വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ അരപ്പൊന്നും ചേർക്കാത്തത് കൊണ്ട് മോശമായി പോവില്ല പെട്ടെന്ന് തന്നെ. എങ്കിലും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുക. ആവശ്യമുള്ളപ്പോൾ ഇപ്പോൾ നമുക്ക് ഊണ് കഴിക്കാനാണ് ഉച്ചയ്ക്ക് ആവശ്യമെങ്കിൽ രാവിലെ എടുത്ത് പുറത്ത് വയ്ക്കുക. ഉച്ചയ്ക്കത്തേക്ക് വേണ്ട ക്വാണ്ടിറ്റി അങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് മോശമാവാതെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പച്ചടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾക്കൊക്കെ മറക്കാതെ ഒരു ലൈക്കും തരിക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മൾ പച്ചടി റെഡിയാക്കി വെച്ചിട്ട് ഊണ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന്. ആ നെല്ലിക്കയിൽ ഉപ്പ് തൈരിലേക്കൊക്കെ പിടിച്ച് മിക്സായി വന്നിട്ട് ഉപ്പ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക, പുളി കൂടുതലാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.